നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ചുവപ്പ് നാടാന്ന് പറയുന്നത്. നമ്മളൊരു ലൈസൻസിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ആ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേരള സാഹചര്യത്തിൽ ഒരു ആള് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോൾ പലപ്പോഴും ചുവപ്പ് നാട അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലുള്ള ന്യൂനത എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും സൊല്യൂഷൻ? നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ചുവപ്പ് നാടാന്ന് പറയുന്നത്. നമ്മളൊരു ലൈസൻസിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ആ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ, ദുരവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ ഒരു പ്രിന്റർ എടുത്തിട്ടൊക്കെ പോകേണ്ടി. അപ്പോ ഇത് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് കുറെ സർക്കാർ ഓഫീസുകളിൽ പോയി ഇറങ്ങുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സമയനഷ്ടമാണ്. അപ്പൊ ഇതിന് റീസെന്റ് കഴിഞ്ഞ 2019 കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്, ഒരു ഏകജാലക സംവിധാനം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം നമുക്കൊരു സ്ഥാപനം നടത്തണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ അതാത് ലോക്കൽ ബോഡിയിൽ പോയിട്ട് അപേക്ഷ കൊടുക്കണം. പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ പോയിട്ട് അപേക്ഷ കൊടുക്കേണ്ടിയിരുന്നു. അത് തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ എൻ്റെ ഫിൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങാൻ എൻ്റെ ആദ്യത്തെ സ്ഥാപനത്തിന്റെ ലൈസൻസ് എടുക്കാൻ ഏകദേശം ഒരു 7 or 8 പ്രാവശ്യം ഞാൻ കോർപ്പറേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോ ഈ ഒരു പ്രൊസീജിയർ കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഏകജാലക സംവിധാനം എന്ന് പറയുന്നത്. ഇതില് പുതുതായിട്ട് തുടങ്ങുന്ന മാനുഫാക്ചറിങ് അതല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് 3 വർഷം യാതൊരുവിധ ലൈസൻസും കൂടാതെ ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ അപേക്ഷ കൊടുക്കുന്നത് അന്ന് തന്നെ അതിന് ഓട്ടോമാറ്റിക് അപ്രൂവൽ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനം 2019 കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും ബിസിനസ്സുകാർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു അറിവില്ല. നമ്മളൊരു കൃത്യമായി പറഞ്ഞാൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. 3 വർഷം കഴിയുന്നതിന് മുമ്പ് ഇത് നോർമൽ ലൈസൻസ് ആക്കിയിട്ട് മാറ്റണം. അതാണ് ഇതിന്റെ മുന്നിലുള്ള ആകെ ഒരു വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ആദ്യത്തെ 3 വർഷം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ എവിടെയും ഈ ഒരു സർക്കാർ ഓഫീസിലും കയറാതെ അവരുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ലൈസൻസ് ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് അക്നോളജ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത് അക്നോളജ്മെന്റ് ഈ കാറ്റഗറിയിൽ പെടാത്ത, അഥവാ ഇപ്പോൾ ഒരു ട്രേഡിംഗ് സ്ഥാപനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അക്നോളജ്മെന്റ് എടുക്കാൻ കഴിയില്ല. അവർക്ക് നമ്മൾ ലൈസൻസിന് അപേക്ഷ തന്നെ കൊടുക്കണം. പക്ഷെ ഈ ലൈസൻസിനുള്ള അപേക്ഷയും നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ കഴിയും. ഓൺലൈനായിട്ട് കൊടുക്കും. ഓൺലൈനായിട്ട് അതിന്റെ ഫീസ് അടക്കാം. അതിന്റെ വെരിഫിക്കേഷൻ അതാത് പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ അതാത് ലോക്കൽ ബോഡിയിൽ നിന്നോ നമ്മളെ ഓഫീസിൽ വന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നോ പരിശോധിക്കുകയും അവരതിന് ഓൺലൈൻ ത്രൂ തന്നെ അതിന് അപ്രൂവൽ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു സർക്കാർ ഓഫീസിൽ കയറാതെ തന്നെ ലൈസൻസ് കിട്ടാനുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ട്. പക്ഷെ ഈ ഒരു സംവിധാനം പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പരിതാപകരമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇനി ഈ ഒരു ഏകജാലക സംവിധാനത്തിന്റെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ട ഓഫീസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് എന്ത് ചെയ്യും, ലൈസൻസ് കിട്ടുന്ന ഒരു പ്രൊസീജിയറും കൂടിയുണ്ട്. ഇത് പലപ്പോഴും പല ആളുകളും അറിയുന്നില്ല. പക്ഷെ ഈ അവസരം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലേ നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നും കൂടി നന്നാക്കാൻ കഴിയുള്ളൂ.